ഇപ്പോൾ ട്രിവാലി റിസോർട്ടിൽ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ട്രിവാലി റിസോർട്ടിൽ നിന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി നിമിഷയിലേക്ക് കൂടി ഒന്ന് പോകണം. നിമിഷ അടക്കമുള്ളവർ ഇപ്പോൾ അവരുടെ ചില വീടുകളിൽ നിൽക്കുന്നു. ഇപ്പോഴും മഴ ആ പ്രദേശത്ത് പെയ്യുന്നു എന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ദുഷ്കരമായി നിൽക്കുന്നത്. ഇരുവിഴിഞ്ഞി പുഴയുടെ കരയിലുള്ളവർ, പ്രത്യേകിച്ചും ചാലിയാർ പുഴയുടെ കരയിലുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കനത്ത മഴയാണ് തുടരുന്നത്. ഇപ്പോൾ സാനിയോ മനോമി തലസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ നൽകും. സാനിയോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചെറിയ ഗ്യാപ്പ് വരുന്നത് ലൈവ് നെറ്റ്വർക്ക് കവറേജ് ഉള്ളതുകൊണ്ടാണ്. തുടർച്ചയായി പറഞ്ഞോളൂ, ഞങ്ങൾ എടുത്തുകൊള്ളാം. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളുണ്ട്. ആശ്വസിക്കാവുന്ന രക്ഷാപ്രവർത്തനം നടത്തി ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നു. രക്ഷാപ്രവർത്തക സംഘം പുലർച്ചെ തന്നെ അവിടെ എത്തി. പക്ഷേ വൈദ്യുതി ബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. 2 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊരിക്കൽ കൂടി നേരത്തെ നമ്മൾ ബന്ധപ്പെട്ട സജിനെയും ഒപ്പം നിമിഷയും സനലിനെയും ഒക്കെ ഒന്ന് നമുക്ക് റീകണക്ട് ചെയ്യേണ്ടതുണ്ട്. മുണ്ടക്കൈ ഭാഗത്താണ് നമ്മളുടെ ശ്രദ്ധ ഇനി കൂടുതൽ പതിയേണ്ടത്. അവിടെ ഒരു ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തമായ ധാരണയില്ല. പല വീടുകളും ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായെന്ന് പറയുന്നു. ചിലർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. അവിടേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തുന്നു. അതിൽ പാലം തകർന്നു പോയതോടുകൂടി പുഴ മുറിച്ചു കടക്കാനാവാത്ത സാഹചര്യം. ചെറിയ ഇടവഴികളിലൂടെയാണ് രക്ഷാപ്രവർത്തക സംഘം ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ നമ്മളെ നടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ദീപക് മോഹൻ ഈ വാർത്താ സംഘത്തിനോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഒരു തവണ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും വളരെ പെട്ടെന്ന് ആർത്തലച്ചു വന്ന മലവെള്ളം അവരെ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നീട് വീണ്ടും അവർക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ടി വരുന്നു. വളരെ ആശ്വസിക്കാവുന്ന കാഴ്ചകൾ കൂടിയുണ്ട്. പ്രായമേറിയവരെ, ഇപ്പോൾ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷാപ്രവർത്തകർ മറുകരയിൽ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും തുടരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഒപ്പം ഈ യാത്രയിൽ, മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകൾ ഹൃദയം തകരുന്ന കാഴ്ചകൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. വലിയ പാറകൾ കാണുന്നു. പാറകൾ വന്ന് അടിഞ്ഞു കിടക്കുന്നത് കാണുന്നു. അടിഞ്ഞു കിടക്കുന്ന പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വീടുകളുണ്ട്. ഒപ്പം വാഹനങ്ങളുണ്ട്. അതിൽ തന്നെ ആ ഉരുൾപൊട്ടലിൻ്റെ രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കവളപ്പാറയ്ക്കും ഒരുപക്ഷെ പുത്തുമലയ്ക്കും ഒക്കെ അപ്പുറം, പെട്ടുമുടിക്കും ഒക്കെ അപ്പുറം നിൽക്കുന്ന വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രതിനിധി ദീപക് മോഹനും ഒപ്പം സാനിയോ മനോമിയും സംഭവ സ്ഥലത്തുണ്ട്. മറ്റ് റിപ്പോർട്ടർ വാർത്താ സംഘങ്ങൾ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്യും. നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. നോക്കൂ, വലിയ പാറ കഷ്ണങ്ങൾ വന്ന് വീട് തകർന്നു കിടക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. സാനിയോയ്ക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ സാനിയോ, നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? ഒപ്പം ദീപക് മോഹൻ, എന്താണ് നമുക്കിപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി എത്ര ദൂരമുണ്ട് മുണ്ടക്കൈയിലേക്ക്? മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ഇവിടെ ചൂരൽമല, വെള്ളാർമല ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു. ഇതിനടിയിലൊക്കെ ആളുകളുണ്ടോ എന്ന സംശയത്തിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മരങ്ങളും, ഇവിടെ വന്നടിഞ്ഞിരിക്കുന്ന മരങ്ങളും മറ്റും മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്. നേരത്തെ ഇവിടെ ഒരു ടീച്ചർമാരൊക്കെ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ ക്വാർട്ടേഴ്സിലുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ആ ക്വാർട്ടേഴ്സ് ഒക്കെ ഒഴുകിപ്പോയതിൽ പെടുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ മരങ്ങൾ മുറിച്ചു മാറ്റി അതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമമാണ്. വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം കനത്ത മഴ, ഒപ്പം മുറ്റം ചെളി, കൂടാതെ വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക്, അങ്ങനെയൊക്കെ കൂടാതെ ഈ പുഴയിലെ ജലനിരപ്പ്. സാനിയോ തുടർന്നോളൂ. ആ ദൃശ്യങ്ങളും നമുക്ക് ഒരു ഭാഗത്ത് കൊടുക്കാം. അതിനടിയിൽ ആളുകളുണ്ടോ എന്നതാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അടക്കമുള്ളവർ മറുകരയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ. ഒപ്പം രക്ഷാപ്രവർത്തകരും മറുഭാഗത്തേക്ക് പോകുന്നു. വലിയ മരങ്ങൾ മുറിച്ചു മാറ്റി വേണം. അതിനടിയിൽ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതറിയാൻ. വളരെ വേദനിപ്പിക്കുന്ന, നമ്മളുടെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.